അപ്പോൾ നമുക്ക് റിച്ച് പ്ലം കേക്കിലേക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് അതിനകത്തോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പട്ട പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പട്ട പൊടിച്ചതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ഇത് ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ വീടുകളിൽ പൊടിച്ച് വെക്കുന്നതോ അല്ലെങ്കിൽ വീടുകളിലുള്ള നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ഈ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് തന്നെ ഗരം മസാല, പ്ലമ്മിലേക്കുള്ള ഗരം മസാല പറഞ്ഞിട്ട് കിട്ടും. അത് മേടിച്ച് പൊടിക്കുക. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് നമ്മൾ ഈ 1 കിലോ റിച്ച് പ്ലം കേക്കിലേക്ക് എടുക്കുന്നത്. അതിന് കുറച്ച് ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം അതിലേക്ക് 2 പട്ട ഇട്ടിട്ട് 2 ഗ്രാമ്പു ഇട്ടിട്ട് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രാമ്പു പൊടിച്ച പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ എടുത്തിരിക്കുന്നത് മാർഗറൈനാണ്, GSM. ഒന്ന് അൺസാൾട്ടഡ് ബട്ടറാണ്. 50 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ടോട്ടൽ 100 ഗ്രാമാണ് നമ്മുടെ ഈ 1 കിലോ റിച്ച് പ്ലം കേക്കിന് വേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ 100 ഗ്രാം എടുക്കാം, അല്ലെങ്കിൽ മാർഗറൈൻ മാത്രം 100 ഗ്രാം എടുക്കാം. എങ്ങനെ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ട് നമുക്കൊരു ക്രീം പരുവത്തിൽ ആയി കിട്ടണം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നന്നായിട്ട് പഞ്ചസാരയും അതുപോലെ തന്നെ ബട്ടറും കൂടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് വേണം കോഴിമുട്ട ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കോഴിമുട്ടയൊക്കെ ഇതേപോലെയാണ് ഞാൻ മെയിനായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാറ്. അല്ലാതെ സാധാ നോർമൽ ക്രീം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്നിച്ചൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യാറ്. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക പ്ലം കേക്ക്. അപ്പം നമ്മൾ ഈ സാധാരണ കുറേ മുന്നേയൊക്കെ കടകളിൽ നിന്നൊക്കെ ഞങ്ങൾ ഇത് പ്ലം കേക്ക് മേടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുക അതേ ടേസ്റ്റിൽ തന്നെ എനിക്ക് ഉണ്ടാക്കണം എന്ന് ഞാനങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, ഷെഫായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അവരോടൊക്കെ ചോദിച്ചിട്ട്, അവരൊക്കെ ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ ഉള്ള റെസിപ്പിയാണ്. അപ്പോൾ ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക്. നമുക്കിതിലേക്ക് എസെൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ ഓറഞ്ച് എസെൻസ്, 1 ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ്, 1 ടീസ്പൂൺ റം ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റമ്മിന് പകരം റം എസെൻസ് വാങ്ങിക്കാൻ കിട്ടും, അത് ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസെൻസ്. ഇത്ര കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി, പിന്നെ ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ പുറത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കുറേയായിട്ട് ഉണ്ടാക്കാറ്. ഇത് നമുക്ക് എന്താ പറയുക, ദൂരേക്കൊക്കെ നമുക്കിപ്പോൾ ഗിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ദൂരെയുള്ള ആൾക്കാരൊക്കെ ഓർഡർ വരാറുണ്ടല്ലോ ഓൺലൈൻ വഴി. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് അയച്ചു കൊടുക്കാൻ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പൗഡർ ബാക്കി വെക്കാം കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ കുറച്ച് ബാക്കി വയ്ക്കുക. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മൈദ, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ചേർക്കേണ്ടത് കാരമൽ കളറാണ്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കേക്കൊക്കെ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ഇതിനൊരു കാരമലിൻ്റെ ആ ഒരു ഇതുണ്ട്, കയ്പ്പ് രസമുണ്ട്. അപ്പോൾ നിങ്ങൾ
നോക്കിയിട്ട് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കയ്പ്പരസം വല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ നിങ്ങൾ നോക്കിയതിന് ശേഷം, അതായത് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ഒരു 2 ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പം ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കാരമൽ കളറിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മളിത് കാരമൽ, പഞ്ചസാര കൊണ്ട് കാരമൽ ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ കേക്കിന് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. നല്ല കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഒരാഴ്ച മുന്നേ സോക്ക് ചെയ്ത് വെച്ചു, അതായത് ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 1/2 കപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1/2 കപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ 1 കിലോയിലേക്ക്. അപ്പോൾ ഞാൻ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന 2 തരത്തിൽ സോക്ക് ചെയ്യുന്നത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ താഴെ. ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല, പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാം. കാരണം നമ്മൾ വെള്ളം നനവൊന്നും ഇല്ലാണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കേട് വരില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്പെഷ്യൽ സോഫ്റ്റ്നെസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളിൽ. പിന്നെ ഇതൊരു മാസം കേട് വരാതെ നമുക്ക് പുറത്ത് വെക്കാം കേട്ടോ ഈ പ്ലം കേക്ക്. അപ്പോൾ കോൺ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. പുറത്തൊക്കെ കൊടുക്കുന്നവർ തീർച്ചയായും ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും, അതായത് നല്ല മോയ്സ്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് ബീറ്റർ എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ എന്തായാലും ബീറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ ചെയ്താൽ നന്നായിട്ട് മിക്സായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റിലേക്ക് വെച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് താന്ന് പോവാതിരിക്കുക, അടിയിൽ ചെന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലാസ്റ്റ് കുറച്ച് പൊടി, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ച് വെച്ചാൽ ലാസ്റ്റ് കുറച്ച് മാറ്റി വെക്കുന്നത്. അത് ആഡ് ചെയ്തിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഇട്ടിരിക്കുന്ന ഫ്രൂട്ട്സ്, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് താന്ന് പോവില്ല, ഫുള്ളായിട്ട് മിക്സായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലാസ്റ്റ് കുറച്ച് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഒരു 2 പാനിലാക്കിയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതായത് ഒന്ന് ഒരു 1/4 കിലോൻ്റെ ആണ് വേണ്ടത്, ഒരാൾക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒന്ന് 1/4 കിലോനും ഒന്ന് 3/4 കിലോനായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ബട്ടർ പേപ്പർ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ തടവിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ബാറ്ററിന് ഈ ഒരു ലൂസേ പാടുള്ളൂ കേട്ടോ, ഒരുപാട് ലൂസ് പാടില്ല, അതുപോലെ ഒരുപാട് കട്ടിയും പാടില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതേ അളവ് തന്നെ എടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്ക്രൂവർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോവും. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് കാഷ്യൂസ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഈ കാഷ്യൂ ഇത് ബേക്കായി വന്നാലും താന്നു പോവില്ല, പൊന്തി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വണ്ടർ ഷെഫ് OTGയിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് 170 ഡിഗ്രി സെൽഷ്യസിൽ 55 മിനിറ്റാണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് സൂപ്പറായിട്ട് തന്നെ ബേക്കായി വന്നു 55 മിനിറ്റിന് ശേഷം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ കേക്ക്. അപ്പോൾ നമ്മൾ ഈ പേപ്പർ മോൾഡിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ മോൾഡിൽ തന്നെ നമുക്ക് ഗിഫ്റ്റായിട്ട് അത് വിൽക്കാം. അതുപോലെ തന്നെ ഗിഫ്റ്റ് ദൂരേക്ക് അയച്ചു കൊടുക്കാനാണെങ്കിലും ദൂരേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.